പ്ലേസ് ചെയ്യാൻ വേണ്ടി പ്ലേസ് ചെയ്യാണ്ട് സിനിമയ്ക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് തോന്നി അല്ലേ? അപ്പം അങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ജിസയുടെ നരേഷനിൽ തന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റിയാണല്ലോ പ്രധാന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ആ പ്രാധാന്യം മനസ്സിലായിരുന്നു. ആ പ്രാധാന്യം മനസ്സിലായിരുന്നു. കാരണം ജിസയുടെ പറഞ്ഞപ്പോഴേ ചുമ്മാ ഒരു പ്ലേസ് ചെയ്യുന്ന അല്ലാതെ നമുക്ക് അറിയായിരുന്നു. നമ്മൾ സ്റ്റോറി കേട്ടായിരുന്നു. സ്റ്റോറി കേട്ടെങ്കിൽ പോലും ഇപ്പോൾ ഇന്നത് തിയേറ്ററിൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് അത് ഏതൊരു ലെവലിലേക്കാണ് ജസ്റ്റ് ഒരു സ്റ്റോറിനെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിനെ ഏതൊരു ലെവലിലേക്കാണ് മാറ്റി മേക്കിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇന്നാണ് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മൾ ഡബൊക്കെ ചെയ്തപ്പോൾ കണ്ടു, എന്നാൽ പോലും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു എന്താ പറയുക എഴുതി വെച്ചിരിക്കുന്നതിനെ വേറൊരു ലെവലിലേക്ക് മേക്കിങ്ങിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷം. ചേട്ടായിസിന് ശേഷമല്ലേ ബിജു മേനോൻ ചേട്ടൻ്റെ ഭാര്യയാവുന്ന വീണ്ടും? ചേട്ടായിസിന് ശേഷം ഷെർലക് ഹോംസ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അതിന് ഭാര്യയല്ല. പിന്നെ അനാർക്കലി, പിന്നെ ഹായ് ഐ എം ടോണി, പിന്നെ ഇതുണ്ടായിരുന്നു തലവൻ, ചേട്ടായിസ്, ഇതൊക്കെയാണ്. ബിജുചേട്ടൻ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജയശങ്കർ ഡെഫിനറ്റ്ലി മാറി നിൽക്കും, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. ആളുടെ ഒപ്പമുള്ള ബിജുചേട്ടൻ എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ആ ചേട്ടായിസ് എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പം മുതലേ ഞാൻ എൻ്റെ ഒരു ചേട്ടായി ഏട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരാളാണ് ബിജുചേട്ടൻ. അപ്പോൾ ഒത്തിരി നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഈ ലൊക്കേഷനിൽ. എല്ലാവരും ബിജുചേട്ടനാണെങ്കിലും ആസ്തിക്കാണെങ്കിലും ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ഈ ഒരു ടീമിൻ്റെ കൂടെ. നല്ല വർക്കായിരുന്നു ബേസിക്കലി. ഒത്തിരി സന്തോഷം. ബ്ലോക്ക് ബസ്റ്റർ അടിച്ചൊരു സന്തോഷമുണ്ടോ? ബ്ലോക്ക് ബസ്റ്റർ അടിച്ചൊരു സന്തോഷമുണ്ടോ? കണ്ടു പെർഫോം ചെയ്യാൻ കുറച്ചധികം കിട്ടി കുറച്ച് കാലത്തിന് ശേഷം, അങ്ങനെ ഫീൽ ചെയ്തോ? അങ്ങനെയല്ല, ഞാൻ സ്ഥിരമായിട്ട് പെർഫോം ചെയ്തോണ്ടിരിക്കണേ. അങ്ങനെയല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വർക്ക് ചെയ്തൊരു ടീമാണിത്. ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു ചിത്രമാണ് ജിസേട്ടൻ്റെ മൂവി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് എല്ലാ ഭാഗം അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കരച്ചിലിൽ ഗ്ലിസറിൻ ഉണ്ടോ? കരച്ചിലിൽ ഗ്ലിസറിൻ സപ്പോർട്ട് വേണം. എന്നാലും ബാക്കി ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? പിടിച്ചു താങ്ക് യു.